എന്തോ ഏത് മേഡം? ഞാൻ ഫോൺ എടുത്തിട്ട് നീ ആരോ ഫോൺ എടുത്തിട്ട് പറയണേ നിഷാമ്മയുടെ അവിടെ ഇല്ല മീറ്റിങ്ങിനാണ്, നീ ആര്? നിഷാമ്മയുടെ ഫോൺ എടുത്തെങ്കിൽ ഞാൻ തോന്നും. അപ്പൊ എന്ന് വെച്ചാൽ മീൻസ് പുള്ളി പേര് മാറിപ്പോയി കയ്യിന്ന് പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് പോകുമ്പോ ഒന്നും ഇന്ദ്രൻ ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, അങ്ങനെ കുറെ വെറ്ററൻ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. കൂടെ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? അതായത് നമ്മള് ശരിക്കാണ് ഇന്ന ആളുടെ കൂടെ ഒരു സിനിമ ചെയ്താൽ കൊള്ളാം നമ്മൾ അങ്ങനെ മനസ്സിൽ വിചാരിക്കുമല്ലോ, പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ നിൽക്കുമ്പോ. അങ്ങനെ വിചാരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല. ആരോടാണ് അഭിനയിക്കാം? എനിക്ക് സിനിമ വന്നാൽ പറ്റുന്നിടത്തോളം ജോലി ചെയ്യാൻ പറ്റിയ മതി. എനിക്ക് വർക്ക് ഉണ്ടാവണം, കാശ് കിട്ടണം, മാത്രേ ഉള്ളൂ. അങ്ങനെയല്ല, എല്ലാവരും വലിയ ആൾക്കാരാണ്, സത്യം, എല്ലാവരും വലിയ ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഇന്ന ആളുടെ കൂടെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ ഇപ്പൊ നമ്മൾ ചെയ്യാൻ നന്നായി ശ്രമിക്കുക. നമ്മളെ കൂടെ അഭിനയിക്കുന്ന ആൾ ആരായാലും എന്താ അഭിനയിക്കുക. എല്ലാവരും വലിയ ആൾക്കാർ തന്നെയാണ്. മനസ്സിലായി. കിട്ടുന്ന ക്യാരക്ടർ പോലെയാണ് അവർ പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഗുണങ്ങളുണ്ട്, അവരുടേതായ കഴിവുകളുണ്ട്. അപ്പൊ ആരെയും കുറച്ചും കാണാൻ പറ്റില്ല, ആരെയും കൂട്ടിയും കാണാൻ പറ്റില്ല. ലൈഫിൽ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഒരു സ്വപ്നം, ഒരു റീസൺ സ്വപ്നം എന്താ? ഭയങ്കര ആഗ്രഹിച്ച് നിൽക്കുന്ന എന്റെ കരിയറിലാണോ? കരിയർ വൈസ് ആണെങ്കിലും പേഴ്സണൽ വൈസ് ആണെങ്കിലും. പേഴ്സണൽ വൈസ് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. നമുക്കിപ്പോ നമ്മളെ കുട്ടികൾക്ക് നല്ല ജോലി വേണം, അല്ലെങ്കിൽ അവര് ഭയങ്കര വെൽ സെറ്റിൽഡ് ആവണം. കരിയർ വൈസ് ആണെങ്കിലും കരിയർ വൈസ് ആണെങ്കിൽ കരിയർ വൈസ് എനിക്കിപ്പോ ആക്ടിങ് ബേസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് നല്ല നല്ല ക്യാരക്ടറുകൾ ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ. ഇപ്പോൾ എഴുത്തോലയിൽ ചെയ്തതുപോലത്തെ എഴുത്തോല എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. ശരിക്കും ഇത് ചലഞ്ച് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ഒരു അമ്മ, ഒരു ടിപ്പിക്കൽ അമ്മ എന്നുള്ളൊരു ക്യാരക്ടറാണ് ഇപ്പം എല്ലാം ചെയ്തു പോണത്. അമ്മ തന്നെ ആയാലും പ്രശ്നമില്ല, അമ്മയാണല്ലോ ഞാൻ, എന്തായാലും അമ്മ പോലത്തെ ക്യാരക്ടറിലേ കിട്ടുള്ളൂ. അപ്പോൾ എന്നിൽ നിന്ന്, ഞാൻ എന്ന വ്യക്തിയിൽ നിന്ന്, നിഷ എന്നുള്ള അമ്മയിൽ നിന്നും നിഷ എന്നുള്ള വ്യക്തിയിൽ നിന്നും വിട്ടിട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റണം. എന്താ ആ ക്യാരക്ടറിൽ ഇപ്പൊ തണ്ണീർമത്തനിലെ അമ്മ തന്നെയാണ്, പക്ഷെ ആ അമ്മയിലൊരു വ്യത്യാസമുണ്ട്. ആ ഒരു ക്ലൈമാക്സ് സീനിലൊക്കെ അതൊരു വിട്ട് ഒരു വേറെ രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും, നമ്മൾ വിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊരു ക്യാരക്ടർ ഇട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്ത് കൈൻഡ് ഓഫ് ആക്ടറാ? നമ്മളിപ്പോ മീറ്റിംഗ്സിനൊക്കെ പോകുമ്പോഴാണെങ്കിൽ നമ്മൾ ഡയറക്ടേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ഒക്കെ കാണുന്നുണ്ട്. അങ്ങോട്ട് ചാൻസ് ചോദിക്കും, എനിക്ക് ഇങ്ങനെ സിനിമ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, ചോദിക്കുന്ന ആളാണോ? ഇല്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എനിക്ക്. അതൊരു കുഴപ്പമാണ്. അത് കുഴപ്പമായിരിക്കാം, കുഴപ്പമില്ലായിരിക്കാം, പക്ഷെ അങ്ങനെ ഒരു ഇതുണ്ട്. എനിക്ക് ഭയങ്കര നമ്മൾ ചോദിച്ചാൽ അവരെന്ത് വിചാരിക്കും, അങ്ങനെ ബുദ്ധിമുട്ടാവോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനത്തെ ചോദ്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ സ്വപ്നങ്ങൾ എന്താണെങ്കിലും സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കട്ടെ, ഇഷ്ടംപോലെ വർക്ക് കിട്ടട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.